വിജയാരാധനയ്ക്ക് ശേഷം ഫ്രാങ്കോ വിജയകരമായി അവതരിപ്പിക്കുന്നു ഡിക്കി കൂദാശയും ബോണറ്റ് കൂദാശയും. എന്റെ ആശ്രയവും സംഗീതവും അങ്ങാകുന്നുവെന്ന് ഭർത്താവിനോട് പറയുക. കുറവിലങ്ങാട് മഠത്തിൽ നടത്തിയ ഇടയനോടൊപ്പം ഒരു രാത്രി പല രാത്രികളിലായപ്പോൾ കൂദാശ പരമ്പര കേസാകുകയും ജയിലിലാകുകയും ഒടുക്കം താൻ ചെയ്തത് റേപ്പല്ല, പരസ്പര സഹായ സഹകരണത്തോടെയുള്ള കൂദാശയായിരുന്നു എന്ന് കോടതിയെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാങ്കോ ജയിൽ മോചിതനായെങ്കിലും വത്തിക്കാൻ ഫ്രാങ്കോ കന്യകൻ അല്ലെന്ന് കണ്ടെത്തി ജലന്ധർ രൂപത അധിപൻ എന്ന ആ പദവി എടുത്തു മാറ്റി എക്സ് കൂദാശ പണിക്കാരൻ അഥവാ ബിഷപ്പ് എമിരറ്റസ് എന്ന പദവി നൽകി കോട്ടയത്ത് കൊണ്ട് കുടിയിരുത്തി. ഒരു വിടയനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാടുകളെ കാണാതെ ഇരിക്കപ്പുറതി ഇല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എത്ര കാലമാണ് പഴയ കാര്യങ്ങൾ മാത്രം അയർവിറക്കി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുഞ്ഞാടുകളെ കോട്ടയത്തേക്ക് ആകർഷിക്കാനായി പല പല പരിപാടികൾ നടത്തി നോക്കി. വചനപ്രഘോഷണം, കൗൺസിലിംഗ്, ഒന്നും ക്ലച്ച് പിടിച്ചില്ല. ഒടുവിൽ വിജയാരാധന എന്നൊരു പുതിയ പരിപാടി ആരംഭിച്ചു. രാത്രി 8 മുതൽ രാവിലെ 6 വരെ. പക്ഷേ വിജയാരാധനയ്ക്ക് ഫ്രാങ്കോ ഉദ്ദേശിച്ച ഇനത്തിലും സൈസിലും ഒക്കെയുള്ള കുഞ്ഞാടുകൾ എത്തിയില്ല. എത്തിയത് 80 കഴിഞ്ഞ ഇത്തിരി മൂത്ത കുഞ്ഞാടുകൾ മാത്രമായിരുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് എന്നെ കിട്ടത്തില്ല എന്ന് ഫ്രാങ്കോ. ഒടുവിൽ ഫ്രാങ്കോ ഐറ്റം മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം കോട്ടയത്ത് വണ്ടികളുടെ ഡിക്കി കൂദാശയും ബോണറ്റ് കൂദാശയും ആരംഭിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആരംഭിച്ചിരിക്കുകയാണ്. തമാശ പറഞ്ഞതല്ല, സത്യമായി പറഞ്ഞതാണ്. വണ്ടികൾ കൂദാശ നടത്തുമ്പോൾ അത് ഡിക്കി ആണെങ്കിലും ശരി, ബോണറ്റ് ആണെങ്കിലും ശരി, അത് നന്നായി ഉയർത്തി വെച്ചേ ഫ്രാങ്കോ കൂദാശ നടത്തും. സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരറിയിപ്പുണ്ട്, വിവാഹ കൂദാശയ്ക്ക് മാത്രം പോകുന്നവർ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ജോർജ് കുട്ടിയായതുകൊണ്ട് എല്ലാവരും കൂദാശ നടക്കുമ്പോൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ഞാൻ പാടുന്ന ഈ പാട്ട് ഉച്ചത്തിൽ ഏറ്റുപാടണം. സ്തോത്രക്കാഴ്ചയെന്നും ഞങ്ങളുടെ ലക്ഷ്യം, സഞ്ചി നിറച്ചാട്ടെ ഞങ്ങളുടെ പള്ള നിറയ്ക്കേണ്ടേ. സ്തോത്രക്കാഴ്ചയെന്നും ഞങ്ങളുടെ ലക്ഷ്യം, സഞ്ചി നിറച്ചാട്ടെ ഞങ്ങളുടെ പള്ള നിറയ്ക്കേണ്ടേ. 1ഉം 2ഉം രൂപയിട്ടു സഞ്ചി നിറക്കല്ലേ, 500,000 ഇട്ടു സഞ്ചി നിറയ്ക്കണം ഞങ്ങളുടെ പള്ള നിറയ്ക്കേണ്ടേ. സ്തോത്രക്കാഴ്ച എന്നും ഞങ്ങളുടെ ലക്ഷ്യം, സഞ്ചി നിറച്ചാട്ടെ ഞങ്ങളുടെ പള്ള നിറയ്ക്കേണ്ടേ. ഫ്രാങ്കോയെ കൊണ്ട് വണ്ടി കൂദാശ നടത്തിയാൽ മുടിഞ്ഞ മൈലേജ് ആണ് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അതുപോലെ നല്ല പുള്ളിങ്ങും, 4th ഗിയറിൽ പോലും വളഞ്ഞാങ്ങാനം കയറ്റമൊക്കെ ചറവറാന്ന് കയറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വണ്ടി ഏതുമായിക്കൊള്ളട്ടെ, വണ്ടി പുതിയതോ പഴയതോ ആയിക്കൊള്ളട്ടെ, എഞ്ചിൻ പണിയായി തള്ളിക്കൊണ്ടു പോകുന്ന സ്ഥിതിയിലായ വണ്ടിയുമായിക്കൊള്ളട്ടെ, ഫ്രാങ്കോച്ചൻ ബോണറ്റ് പൊക്കി ഒന്ന് വെഞ്ചരിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട. എന്റെ ആശ്രയവും സംഗീതവും അങ്ങാകുന്നുവെന്ന് ഭർത്താവിനോട് പറയുക. എന്റെ ആശ്രയവും സംഗീതവും അങ്ങാകുന്നുവെന്ന് ഭർത്താവിനോട് പറയുക. തന്റെ തീവ്രതകൾ കൊണ്ട് അതിൽ നിന്നെ മറക്കുന്നതിന്റെ ആക്കുവാനും എന്റെ ആശ്രയവും സംഗീതവും അങ്ങാകുന്നുവെന്ന് ഭർത്താവിനോട് പറയുക. എന്റെ ആശ്രയവും സംഗീതവും അങ്ങാകുന്നുവെന്ന് ഭർത്താവിനോട് പറയുക. തന്റെ തീവ്രതകൾ കൊണ്ട് അതിൽ നിന്നെ അപ്പോൾ മറക്കേണ്ട, എല്ലാവരുടെയും സൗകര്യാർത്ഥം മധ്യ കേരളത്തിന്റെ മധ്യഭാഗത്തായിട്ട് അഥവാ മിഡിൽ ഭാഗത്തായി ഫ്രാങ്കോ ഉണ്ട്. വണ്ടി കൂദാശിക്കുക വരില്ലേ കുഞ്ഞാടുകളെ. അതുപോലെ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം വന്നു കഴിഞ്ഞാൽ ഫ്രാങ്കോയുടെ പുതിയ പ്രാർത്ഥന വരുന്നുണ്ട്. ഇടയന്റെ ചൊറിച്ചിലും കുഞ്ഞാടുകളുടെ നിലവിളിയും. ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.